മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ കൂട്ടുകാർ ജോലി ചെയ്യുന്ന ഒരു തുണിക്കടയിൽ വേക്കൻസി ഉണ്ടോ എന്ന് തിരക്കുകയും അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്നറിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന അതേ ദിവസം തന്നെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണന് വേണ്ടിയിട്ട് കുറച്ച് കാവ്യമുണ്ട് മേടിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ കണ്ണൻ ശബരിമലയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു 3-4-5 മുണ്ട് മേടിക്കാനാണ് വരുന്നത്. മഞ്ജു അവിടെ ജോലിക്ക് കയറി അറിയാതെയാണ് മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. തിരിഞ്ഞു നിൽക്കുന്ന മഞ്ജുവിനോട് മഹാലക്ഷ്മി പറയുന്നു, ഒരു 3-4-5 കാവ്യമുണ്ട് വേണമായിരുന്നു. അപ്പം മഞ്ജു ആ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുന്നതും മഹാലക്ഷ്മി നിൽക്കുന്നത് കണ്ടു. മഹാലക്ഷ്മി ആകെ അങ്ങ് ഞെട്ടുന്നുണ്ട്. മഞ്ജു ഈ വേഷത്തിൽ കടയിൽ ജോലിക്ക് നിൽക്കുന്നത് കണ്ട്. നീ എന്താ മഞ്ജു ഇവിടെ? ഞാൻ ഇന്നു മുതൽ ഇവിടെ ജോലിക്ക് വന്നു. സാഗരേട്ടൻ്റെ ജോലി പോയല്ലോ. മാത്രമല്ല വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു. ഇതാകുമ്പോൾ എനിക്കൊരു സഹായം ആയേനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കൂട്ടുകാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ കൂട്ടുകാരിയാണ് തനിക്ക് ഈ സ്ഥാപനത്തിലേക്ക് ജോലി മേടിച്ച് തന്നതെന്നും ഇത് തൻ്റെ ഏട്ടത്തിയാണ്. അപ്പോൾ ആ കൂട്ടുകാരി ചോദിക്കുന്നു, കണ്ണേട്ടൻ്റെ ഭാര്യയാണോ? അതേന്ന് മഹാലക്ഷ്മിയും പറയുന്നു. എന്ത് പറഞ്ഞാലും നമ്മുടെ മഞ്ജുവിന് കണ്ണേട്ടനോടും മഹാലക്ഷ്മി ഏട്ടത്തിയോടും ഇപ്പോഴും സ്നേഹമുണ്ട്. സാഗറിനെ സഹായിക്കാൻ ചെന്നില്ലെങ്കിൽ പോലും അതിൻ്റെ വിരോധമൊന്നും നേരിൽ കണ്ടപ്പം മഞ്ജു കാണിക്കുന്നുമില്ല. അധ്വാനിച്ച് ജീവിക്കാൻ മനസ്സുള്ളവർ തന്നെയാണ് മഞ്ജു സാഗറും. മറ്റൊരാളുടെ മുതൽ കണ്ടിട്ടല്ല അവർ ജീവിക്കുന്നത്. എന്നാൽ മേഘനും ഉണ്ണിയൊക്കെ ആകട്ടെ ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ല. മേഘൻ സ്വന്തം ഭാര്യ പിണങ്ങി പോയിട്ട് പോലും ആ സ്വത്തിൽ കണ്ണും വെച്ചിരിക്കുകയാണ്. നാളെ ഒരു സമയത്ത് മഞ്ജു തന്നോടൊപ്പം വരുമെന്നും കണ്ണനെയോ മഹാലക്ഷ്മിയോ ഇല്ലാതാക്കിയിട്ട് അവരുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാം എന്നൊക്കെ കരുതി കമലേശ്വരം ജ്വല്ലറിയിലെ ജോലി നഷ്ടമായി ഇത്രയും നാളായിട്ട് പോലും മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി തിരക്കുകയോ ജോലി ചെയ്യാൻ താല്പര്യവും ഇല്ല. വാമദേവന് ഇതുപോലൊരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം കൃത്യമായിട്ട് നമ്മുടെ കണ്ണൻ വാമദേവൻ അമ്മാവന് മുമ്പേ കൊടുക്കാറുള്ള ജോലി ശമ്പളം കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മഹാലക്ഷ്മിക്ക് അത് തടയാമായിരുന്നല്ലോ. അവളെ കൊല്ലാൻ നോക്കിയതിൻ്റെ ഭാഗമായിട്ടല്ലേ വാമദേവൻ അമ്മാവന് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. എന്നിട്ട് പോലും അവൾ അതൊന്നും തടഞ്ഞില്ല. അപ്പോൾ അവളെ അത്ര ദുഷ്ടയായിട്ടൊന്നും വിചാരിക്കാൻ തനിക്ക് പറ്റില്ലെന്ന് സീമന്തിനമ്മായി ഉണ്ണിയോടും മേഘനോടും പറയുന്നുണ്ട്. കൊള്ളാം, അമ്മ ഇപ്പോൾ അവളുടെ ഭാഗത്തായോ? ഭാഗത്തൊന്നും ആയതല്ല. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അവരെ ഇല്ലാതാക്കി സ്വത്തുക്കൾ സ്വന്തമാക്കാമെന്ന്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അതൊന്നും നടക്കാൻ പോകുന്നില്ല. കണ്ണനോടും മഹാലക്ഷ്മിയോടും അല്പം സ്നേഹത്തിൽ നിന്നെങ്കിൽ മാത്രമേ എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റുള്ളൂ. ഈ അച്ഛനെയും മോനെയും കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ണൻ അറിയാതെ ഇവൻ്റെ അച്ഛൻ പറ്റിച്ചും വെട്ടിച്ചും നേടിയ സമ്പാദ്യം കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്, ഇവൻ്റെ ജോലി ശമ്പളവും വെച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, അങ്ങനെ ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ തീർന്നു കിട്ടിയിരുന്നെങ്കിൽ സ്വത്തുക്കളെല്ലാം നമുക്ക് വന്നു ചേരുമായിരുന്നു. ഒരിക്കലും വന്നു ചേരില്ല. മഹാലക്ഷ്മി മരിച്ചു കഴിഞ്ഞാൽ അവളുടെ സ്വത്തുക്കൾ അവളുടെ അമ്മയുടെ പേരിലേക്കാണ് മാറുന്നത്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അവളുടെ അമ്മയുടെ പേരിലേക്ക് മാറിയാലും ആ സ്വത്തുക്കൾ കരുണയ്ക്ക് വന്നു ചേരില്ലേ, അവർക്ക് പിന്നെ ഒരു മോളും കൂടി അല്ലേ കാണുള്ളൂ. അന്നേരം സീമന്തിനി പറയുന്നു, എനിക്കതിനോടൊന്നും യാതൊരു താല്പര്യമില്ല. എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമാണ് വലുത്. നിങ്ങളൊക്കെ ഓരോന്നും കാട്ടിക്കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ണനും മഹാലക്ഷ്മി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം കൂടി ഇല്ലാതാക്കിയാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയോട് മഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുന്നതിൻ്റെ പേരിൽ ഏട്ടത്തി ഒന്നും മേടിക്കാതെ പോകരുത്. അങ്ങനെ പോയാൽ എൻ്റെ ജോലി അത് ബാധിക്കും. ഞാൻ കാരണം ഒരു കസ്റ്റമർ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതുപോലെ കുറച്ച് കാവ്യമുണ്ട് വേണം. കാവ്യമുണ്ട് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു, ആർക്കാ? നിൻ്റെ ഏട്ടന് തന്നെ. ഏട്ടൻ മലയ്ക്ക് പോകുന്നു. അത് കേട്ട് മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മി മഞ്ജുവിനെ ആ അവസ്ഥയിൽ കണ്ട് വല്ലാതെ വിഷമിക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മി സാധനങ്ങളൊക്കെ മേടിച്ച് മഞ്ജുവിനോട് യാത്ര പറഞ്ഞ് തിരികെ ഇറങ്ങി വന്ന് നമ്മുടെ കണ്ണനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. കണ്ണ് നിറയുന്ന ഒരു കാഴ്ച ഞാൻ അവിടെ കണ്ടു. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നു, അതെന്താടോ? മഞ്ജു അവിടെ സെയിൽസ് ഗേളായിട്ട് ജോലിക്ക് നിൽക്കുന്നത് ഞാൻ കണ്ടു കണ്ണേട്ടാ. എങ്ങനെ ജീവിച്ച പെൺകുട്ടിയാ അവളാ ഇപ്പം എനിക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്നത്. അത് കേട്ട് കണ്ണനും വിഷമമാകുന്നു. അവർ നേരെ കമലേശ്വരം ഫിനാൻസിൻ്റെ വർക്ക് സൈറ്റിലേക്ക് പോകുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി പറയുന്നു, എന്തായാലും സാഗറിൻ്റെ ജോലി നഷ്ടമായി. മഞ്ജുവിനെയും സാഗറിനെയും ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് സഹായിക്കണം. അപ്പോൾ കണ്ണൻ പറയുന്നു, ഒരിക്കലും വേണ്ട. അവൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം കൊയ്യുന്നത് സാഗർ തന്നെയായിരിക്കും. എന്തായാലും എൻ്റെ സ്വത്തുക്കൾ കണ്ടല്ലേ അവൻ അവളെ വളച്ച് വിവാഹം കഴിച്ചത്. സ്വത്ത് മോഹിച്ചാണോ സാഗർ മഞ്ജുവിനെ വിവാഹം കഴിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേ ഉള്ളൊരു മാർഗം. നമ്മൾ ഒരു രൂപത്തിലും സഹായിക്കരുത്. കാശൊന്നും കിട്ടത്തില്ലെന്ന് കാണുമ്പം അവൻ്റെ തനി സ്വഭാവം കാണിക്കുമെന്ന് കണ്ണൻ പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മിക്ക് വിഷമമാകുന്നുണ്ട്.
ഇപ്പം മഞ്ജുവിനെ ജോലിക്ക് പറഞ്ഞു വിട്ടതും സാഗർ ആയിരിക്കുമല്ലോ എന്ന് മഹാലക്ഷ്മി പറയുമ്പം കണ്ണൻ വീണ്ടും പറയുന്നു, ഒരു സഹായവും ചെയ്യരുത്. കുറച്ച് ജീവിതം പഠിക്കാനുണ്ട്. ക്യാഷിൻ്റെ വില എന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവളും അവളുടെ സഹോദരനും ആ മേഘനും ചില്ലറ ക്യാഷല്ല പൊട്ടിച്ചത്. ഒരു കാര്യത്തിന് ഞാനൊരു കണക്കും ചോദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പഴയതുപോലല്ല. കുറച്ച് ജീവിതം പഠിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നു. അതേസമയം നമ്മുടെ ഉണ്ണിയാണെങ്കിൽ വാമദേവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, അതായത് മഹാലക്ഷ്മിയെ തട്ടിൻ്റെ മേലിൽ നിന്ന് താഴെ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി തട്ടിളക്കി വെച്ച അയാളോട് പറയുന്നുണ്ട്, കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മറിയാം. ഞാൻ വീണ്ടും പഴയ സൂപ്പർവൈസർ പോസ്റ്റിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ തനിക്ക് കൊള്ളാം. അത് കേട്ട് അയാൾ വർക്കിൽ എന്തൊക്കെയോ മായം ചെയ്യുന്നുണ്ട്. അത് കണ്ടുപിടിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മിയും ഉണ്ണിക്ക് പകരം കണ്ണനും മഹാലക്ഷ്മിയും നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനും. അതിനെ തുടർന്ന് മഹാലക്ഷ്മി ഉണ്ണിയോട് തട്ടിക്കയറുന്നുണ്ട്. നിനക്ക് പറഞ്ഞിട്ടുള്ള ജോലി മാത്രം നീ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഉള്ള ജോലിയും കൂടി ഇല്ലാതായിരിക്കും എന്ന് പറഞ്ഞൊരു വാണിംഗ് കൊടുക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മി പണി സൈറ്റിലേക്ക് മേലേക്ക് കയറി വരുന്നത് ഏറ്റവും മേളിൽ നിന്ന് നമ്മുടെ സാഗർ കാണുന്നുണ്ട്. സാഗർ ആകെ പേടിച്ച് മറഞ്ഞു നിൽക്കുന്നു. കാരണം തന്നെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ ജോലിയും കൂടി ഇല്ലാതാക്കുമോ. കണ്ണനും മഹാലക്ഷ്മിക്കും സാഗറിനെ ഒട്ടും ഇഷ്ടമല്ലെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ മേഘൻ കഞ്ചാവ് കേസിൽ കുടുക്കിയിട്ട് പോലും രക്ഷിക്കാൻ ഇവരാരും വരാഞ്ഞത്. സാഗർ കൂലിപ്പണി ചെയ്യുന്നത് കണ്ട് മനസ്സ് മാറുമായിരിക്കും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും. കാത്തിരിക്കാൻ എന്താകുമെന്ന്.